ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത്? അപ്പം നമ്മളും അതേ കേട്ടോ, സുഖമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇപ്പോഴത്തെ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു എഴുന്നേൽക്കാനായിട്ട്. പറഞ്ഞ പോലെ തലവേദനയും ചെറിയൊരു പനിയുടെ ലക്ഷണവും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾക്ക് മാത്രമേ പോകണ്ടോ, ബാക്കി എല്ലാവർക്കും മുടക്കണം കേട്ടോ. അപ്പോൾ അവൻ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നൂഡിൽസ് മതി കൊണ്ടുപോകാനായിട്ടെന്ന്. അപ്പോൾ പിന്നെ കുറച്ചൊരു പണി എളുപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് സാമ്പാർ കഷ്ണം. സാമ്പാർ കഷ്ണം അധികം നമ്മൾ മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തുള്ള വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ സാമ്പാർ കഷ്ണം. അപ്പോൾ അതിൽ നമുക്ക് വെണ്ടക്കായ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്ത് വെക്കാനും പറ്റില്ലല്ലോ വെണ്ടക്കായ. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉപ്പും വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒരു 3-4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കുക്കറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്തോ ഒരു ഭാഗ്യദോഷം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 2-3 ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്നൊന്ന് വീണ് പൊട്ടിയിട്ടാ. അപ്പോൾ ഹാൻഡിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടാ. എന്നിട്ടും ഞാനത് പിറ്റേ ദിവസം അങ്ങനെ തന്നെ വെച്ചു. ഞാൻ മുതിര വെച്ചതാണ്. അപ്പോൾ അതിൽ പ്രഷറും എന്തോ പോയില്ല. അങ്ങനെ മുതിരയൊക്കെ അതിലിരുന്ന് കരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാകെ ഒരുവിധം ഞാനൊന്ന് ഉരച്ചിട്ടാണിത് ഇത്രയെങ്കിലാക്കിയത് കേട്ടോ. അപ്പം ഞാൻ പാത്രം കഴുകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്ലേറ്റിൻ്റെ മേലെ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് വീഴുമോ? പിന്നെ വിചാരിച്ചു വീഴുമൊന്നുമില്ല, എപ്പോൾ എടുത്ത് കഴുകണതല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ഒരു ഭാഗ്യദോഷം, നമ്മളത് വിചാരിച്ച അപ്പം അത് എടുത്ത് വയ്ക്കണം. അത് വീണ് അങ്ങനെ പൊട്ടി. എനിക്കത് ഭയങ്കര വിഷമമായി. ഒരു സ്പൂണായാലും ചെറിയ സ്പൂണായാലും നമ്മുടെ വീട്ടിൽ നിന്ന് അത് നഷ്ടപ്പെടുമ്പോൾ അത് നമുക്കത് മനസ്സിൽ കുറേ ദിവസം എനിക്ക് ഭയങ്കര വിഷമാട്ടോ. അപ്പോൾ ഈ കുക്കറെന്ന് വെച്ചാൽ കുറേ 3-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കണം. നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കുക്കറാണ് കേട്ടോ. അത് പ്രസ്റ്റീജിൻ്റെയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ വെള്ളമാണ് കേട്ടോ. അത് രാവിലെ ഇങ്ങനെ കുടിക്കണ നമ്മുടെ ജീരകം വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതേ ഒരു പുതിയ കുക്കർ വാങ്ങിച്ചതാണ് ഇന്നലെ പോയിട്ട്. അത് പ്രസ്റ്റീജിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത്. മറ്റേത് ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ അതുപോലത്തെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനത്തെ ബ്ലാക്ക് കുക്കർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബ്ലാക്ക് കുക്കർ കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ അതാവട്ടെ എന്ന് വിചാരിച്ച് അത് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ പുതിയ കുക്കർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്ന് സാമ്പാറാണ് വയ്ക്കണത് അതിൽ കേട്ടോ. അപ്പോൾ അതേ പരിപ്പിട്ടു. പിന്നെ ഒരു സവാള, കുറച്ച് ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളകും, പിന്നെ അതിൻ്റെ മേലേക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പുറത്ത് ഇഡ്ഡലിക്കുള്ള വെള്ളം, ഇഡ്ഡലി വേവിക്കാനുള്ള വെള്ളവും വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ചട്നി ഒന്നും ഉണ്ടാക്കണില്ല, സാമ്പാർ മാത്രം തന്നെയാണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇഡ്ഡലിപ്പൊടി ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതും കൂടി കൂട്ടാം. അപ്പോൾ നമ്മുടെ നൂഡിൽസിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മളിത് നൂഡിൽസ് ഇട്ട് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഊറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ നൂഡിൽസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോഴേക്കും ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോൾ നമ്മളിത് ഇഡ്ഡലിയും വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സാമ്പാറിനുള്ള പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയപ്പോൾ ഒന്ന് തുറന്ന് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും വെള്ളത്തിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറുത്തരയ്ക്കണമൊന്നുമില്ല. ഇതൊരു ഈസി സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശയിലേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ അത്.
അപ്പോൾ അതേ നമ്മൾ പരിപ്പും ഒക്കെ വെന്ത് വന്നപ്പോൾ പരിപ്പും സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളി പച്ചമുളക് ഇത്ര ഇട്ടണം നന്നായിട്ട് വേവിച്ചെടുത്തുള്ളത് കേട്ടോ. അപ്പം അത് വെന്ത് വന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ വെണ്ടക്കായ ഇട്ടിട്ടില്ല, ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഇട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലിട്ട് ഇനി ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കോൽപ്പുളി വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി, വലിയ തക്കാളി ഇട്ടുണ്ട്, അപ്പോൾ അതിൽ അത്യാവശ്യം പുളി ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞ് കോൽപ്പുളിയും കൂടി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ നൂഡിൽസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സ്പ്രിംഗ് ഓണിയനും പിന്നെന്താ സെലറി, ഒരു ക്യാരറ്റും എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സ്പ്രിംഗ് ഓണിയൻ്റെ 2 ഭാഗവും എടുക്കുന്നുണ്ട്, വൈറ്റും എടുക്കുന്നുണ്ട്, ഗ്രീനും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്യാരറ്റിൻ്റെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിലൊക്കെ നന്നായി മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ഈ പിള്ളേർക്ക് നൂഡിൽസ് ഒന്നും കൊടുക്കണോട് ഒട്ടും യോജിപ്പൊന്നുമില്ല. പിന്നെ പിള്ളേർ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അപ്പോൾ താഴെയുള്ള ആൾക്ക് ഇവിടെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ. അപ്പം എന്നോട് കടയിൽ പോകുമ്പോൾ പറയും നൂഡിൽസ് വാങ്ങിച്ചോട്ടമ്മ എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ ചില ദിവസമൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരും. എന്നാലും ഇതിപ്പോൾ എളുപ്പമൊക്കെയാണ് പണി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നും നൂഡിൽസ് കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പോൾ അതായത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഈ സാമ്പാറിനുള്ളൊരു മണത്തിനുള്ളതാണ് കേട്ടോ. നമ്മൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ. അപ്പോൾ ഇത് ഉലുവ മാത്രമാണ് എടുത്തുള്ളത്. അപ്പോൾ ഒരു കഷ്ണം കട്ടക്കായ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കട്ടക്കായ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ടക്കായ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉലുവയും ആ കട്ടക്കായത്തിൻ്റെ ഒരു കഷ്ണവും കൂടി നമുക്കത് വറുത്ത് പൊടിച്ചതിൽ ചേർത്താൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ സാമ്പാറിന്. ഉലുവ വറുത്ത് ചൂടാറാനായിട്ട് ഇതേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നൂഡിൽസിലേക്കുള്ളതാണത് സെലറിയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗവും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ക്യാരറ്റും. ഇതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ഉണ്ട്, പക്ഷേ ചെറിയ ആൾക്ക് ക്യാപ്സിക്കം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ക്യാരറ്റ് മാത്രം ഇട്ടാൽ മതി. ക്യാരറ്റും സെലറിയും അതുപോലെ സ്പ്രിംഗ് ഓണിയനും മുട്ടയും ചേർക്കും കേട്ടോ. അപ്പോൾ അത് മാത്രം ഇട്ടാൽ മതി, ക്യാപ്സിക്കം ഇടണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ ക്യാപ്സിക്കം അവനുള്ള ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല കേട്ടോ. അതുപോലെ നമ്മൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനൊന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് പിച്ചി ഇതിലേക്ക് ഇടണമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നൂഡിൽസിൽ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ഉലുവ, അതൊന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ കായ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. അപ്പോൾ ഉലുവ മാത്രമാണ് ഞാൻ വറുത്തുള്ളത്. അപ്പോൾ അത് ചേർത്തു. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അത് ചേർത്തു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മിക്കതും ചേർക്കാറ്. മറ്റുള്ളതും ചേർക്കാറൊക്കെ ഉണ്ട് കേട്ടോ, മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടു. പിന്നെ വെണ്ടക്കായ നമ്മൾ അവസാനമായി ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കാച്ചിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി സാമ്പാർ റെഡി ആയിട്ടാ. അപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചു താളിച്ചു കൊടുത്തു. അത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയില കൂടിയിട്ട് അങ്ങനെ മൂടി വെച്ചു കേട്ടോ. കുറച്ച് നേരം ഒന്നിരുന്ന് നല്ല കുറുകി വരും സാമ്പാർ കേട്ടോ.
ഇനി ഇതേ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സെലറി, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടി കട്ട് ചെയ്തത് ഇട്ടു. അത് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി ശേഷം പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർത്തു. ആ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് നമ്മളിതേ ഒന്ന് ചിക്കി എടുക്കാട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായി ചിക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതേ നൂഡിൽസ് വേവിച്ച് വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നൂഡിൽസിൻ്റെ മസാലയില്ലേ അത് ഞാൻ മുഴുവനായിട്ട് ഇടില്ല, കുറച്ച് മാത്രമേ ഇടൂ കേട്ടോ നൂഡിൽസിൻ്റെ മസാല. അപ്പോൾ ഒരു 1/2 സ്പൂൺ ഒരു 1/4 സ്പൂൺ വെച്ചിട്ട് ചില്ലി സോസും പിന്നെ നമ്മുടെ സോയ സോസും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ സോയ സോസും ഒരു 1/2 സ്പൂൺ ചില്ലി സോസും കേട്ടോ ഒഴിച്ചുള്ളത്. പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ മസാല ഒരു പാക്കറ്റൊന്നും ഇടണില്ല, കുറച്ച് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലയും സോസൊന്നും എത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ബാക്കിയുള്ള ഇതില്ലേ ഗ്രീൻ പോർഷനില്ലേ അപ്പോൾ അത് അതിലേക്ക് കട്ട് ചെയ്ത് അതും കൂടി അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡിയായി. പക്ഷെ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ നമ്മുടെ നൂഡിൽസും കൊണ്ടുപോകാനുള്ള നൂഡിൽസും ഒക്കെ റെഡിയാക്കിയിട്ടാ. പിന്നെ അവന് അപ്പോഴേക്കും സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാമ്പാർ നമ്മൾ 2 പാത്രത്തിലാക്കി എടുത്തു വയ്ക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും. പിന്നെ കറി ഇപ്പോൾ വേറെ ഒരു ഉപ്പേരി മാത്രമാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ സാമ്പാർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഉപ്പേരിയും പിന്നെ മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്താൽ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള കറികളും റെഡിയാവും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ നാളത്തേക്കുള്ളത് നമ്മൾ ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദേ ഇത് ഇഡ്ഡലി പൊടിയിലേക്ക് കുറച്ച് ഞാൻ എള്ളെണ്ണ ഒഴിക്കും കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ദേ ഇഡ്ഡലിയും സാമ്പാറും കാപ്പിയും, അപ്പോൾ മധുരമില്ലാത്തൊരു കട്ടൻ കാപ്പി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴുകാനുള്ളതൊക്കെ കഴുകി അതൊക്കെ ഇട്ട് പിന്നെ വേഗം തന്നെ നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ. ഇനി ഉപ്പേരിയും പിന്നെ മീൻ വറുക്കാനുള്ളത്. അപ്പോൾ മീൻ ചാള വാങ്ങിച്ചുള്ളത് അത് കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചുള്ളത്. അത് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാലും നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ചോറിനുള്ള വെള്ളം ഇട്ടു, അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ദേ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പയറും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പയറൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ മീനും വറുക്കണം. പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ട് സാമ്പാറുണ്ടല്ലോ. അപ്പം ഞാൻ മീൻ കഴിക്കാറില്ല, താഴെയുള്ള ആൾ ഒട്ടും കഴിക്കില്ല മീനും. താഴെയുള്ള ആൾ പിന്നെ ഉച്ചക്കലേക്ക് ഉണ്ടാവില്ല, അവൻ ഭക്ഷണം കൊണ്ടുപോകണതല്ലേ. പിന്നെ എനിക്ക് മാത്രമാണ്, എനിക്ക് പിന്നെ സാമ്പാറും ഒരു ഉപ്പേരി ഉണ്ടായ നമ്മൾ ഒരു ഉപ്പേരി ഉണ്ടായാലും ഹാപ്പിയാണ് കേട്ടോ. ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേഗം തന്നെ പണികൾ കഴിഞ്ഞ് കിച്ചൺ ക്ലീനാക്കി വേഗം തന്നെ കിച്ചണിൽ ഒന്ന് ഇറങ്ങാമല്ലേ. അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് മൂത്തപ്പം നമ്മൾ ചതച്ച മുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള പയർ അതിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചെറിയ തീയിൽ അങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ പണികളൊക്കെ വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പം അതേ മീനും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയറുതോരനും പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വന്നപ്പോൾ അതും ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ
കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ